പോയി. അമ്മ ഡെയിലി പുറത്തു പോയി വന്നാ ഫസ്റ്റ് മാങ്ങ പറിക്കല നമ്മുടെ പണി. നോക്കൂ ഇപ്പൊ രാത്രിയാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണത്. നോക്കൂ ഈ അമ്മ ഇവിടെ വന്ന് നോക്കൂ, ഫോണിൽ നോക്കൂ. ഹേ ഓൾ, കുറേ ആയി വോയിസ് ഓവർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ് ഞങ്ങൾ മാമൻ്റെ അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. ശരി, ഞാൻ ചാവി തുറന്നു. അവരെല്ലാരും ഉണ്ട്. ചാവി തുറന്നെടുത്തിട്ട് വരാട്ടാ. എവിടെയാണോ തുറന്നെടുത്തിട്ട് വരാട്ടാ. വിഷുത്തലേന്നായതുകൊണ്ട് എല്ലാവരും ഓരോ ഷോപ്പിന് വേണ്ടി പുറത്തു പോയിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാ സാധനമൊക്കെ എടുത്തു വെച്ചിട്ട് ഇന്ന് ഞങ്ങൾ അച്ചച്ചൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അവിടുന്ന് കണി കാണുന്നത് നെക്സ്റ്റ് ഡേ. കാരണം ഞാനമ്മ മാത്രമേ ഉള്ളൂ. ചേച്ചിയാണെങ്കിൽ ഒറ്റപ്പാലം ആണ്, അച്ഛനാണെങ്കിൽ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി മാത്രമായിട്ട് കണി വയ്ക്കുന്നില്ല വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നാളെ ഈവനിങ് ആകുമ്പോൾ എല്ലാ കസിൻസും വരും വീട്ടിലേക്ക്. കണി വെക്കുന്നതും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നാളെ കാണുമ്പോൾ ഒരു ഇതില്ലല്ലോ, അത് കാണിച്ച് തന്നെ സെയിം ഒരേമാതിരി റിപ്പീറ്റ് അടിച്ച് കാണേണ്ടി വരും. അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ കാണാം. കണി എല്ലായിടത്തേക്കും കാണിച്ചിട്ട് അടുത്ത് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. കണി ഇങ്ങനെ എല്ലായിടത്തേക്കും കാണിക്കുന്നത് ഏതൊക്കെ സൈഡിലേക്ക് ഉണ്ട് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ അമ്മയുടെ സൈഡിൽ ഇല്ല. അപ്പോൾ അച്ഛൻ്റെ സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ വിളക്കും കണിയും വെച്ചിട്ട് നമ്മൾ ഓരോ റൂമിലും വീട്ടിൽ ഓരോ സ്പേസിലും കാണിക്കും. നാട്ടിലാകുമ്പോഴേ ഇങ്ങനെ പ്രോപ്പറായിട്ട് വിഷു ആഘോഷിക്കാൻ പറ്റാറുള്ളൂ. രാവിലെ എണീക്കുക, പടക്കം പൊട്ടിക്കുക. പുറത്താകുമ്പോൾ ഇത് പോസിബിൾ അല്ല. അല്ലാത്തപ്പോൾ ജസ്റ്റ് കണി വയ്ക്കുക, സദ്യ കഴിക്കുക, ഇതൊക്കെ പറ്റാറുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ആണ് ഫസ്റ്റ് നമുക്ക് വിഷു കൈനീട്ടം തരുന്നത്. എല്ലാവർക്കും കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലുള്ള എല്ലാവർക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടും. അങ്ങനെ വിഷുക്കണി കണ്ട് വിഷു കൈനീട്ടമൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ റെഡിയായി. അമ്മയും അമ്മായിയും ഒന്നും വന്നിട്ടില്ല. അവർ വീട്ടിൽ സദ്യ ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. ഞങ്ങൾ മാത്രമാണ് അമ്പലത്തേക്ക് വന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. എൻ്റെ താഴെയുള്ളവർക്ക് എല്ലാവർക്കും വിഷുക്കൈനീട്ടം കൊടുത്തു. അധികം ആൾക്കാരില്ല, 2-3 പേരുള്ളൂ എൻ്റെ താഴെ. ബാക്കി എല്ലാവരും എന്നെക്കാട്ടിലും വലുതാണ്. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സദ്യവട്ടം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ ഒന്ന് പോയി കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലെത്തി. ഇനി കുറച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ പാടം വരെ വെറുതെ പോവാണ്. ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ വിളി വന്നത്. സദ്യ റെഡിയായി വന്നോളൂ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ നിർത്തി വെച്ചിട്ട് വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി എത്തി. ഫുഡൊക്കെ കഴിയുമ്പോഴേക്കും ചേച്ചി ഏട്ടനൊക്കെ ഒറ്റപ്പാലത്ത് നിന്ന് എത്തും. പിന്നെ വേറെ ഏട്ടന്മാർ ചേച്ചിമാരൊക്കെ വരാനുണ്ട്. ഇനി അമ്മമ്മയുടെ കാൽ തൊടണം ഫസ്റ്റ്. അറിയട്ടാ ഇതല്ലേ കുട്ടി പഠിക്കുക.
പോണത്? മുത്തശ്ശൻ്റെ അടുത്താ? മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയാ? ഹാപ്പി വിഷു എന്താ പറയാ? എന്താ പറയണ്ടേ? ഹാപ്പി വിഷു എന്താ വേണ്ട വെച്ചോക്കൂ, എന്താ വേണ്ടത് വെച്ചോക്കൂ. എന്താ എന്താ കുഞ്ഞിക്ക് എന്താ കിട്ടി? എന്താ കൊറേ എന്താ കിട്ടി? ഇഷ്കേട്ടം കിട്ടിയാ? ഇതാരാ? അച്ഛമ്മ അച്ഛമ്മ പോസ്റ്റ് ചെയ്താണ് അച്ഛമ്മ. അച്ഛമ്മ ഇത് ടി വി തരും. എന്താ അച്ഛമ്മ 2 വാക്ക് പറഞ്ഞാണോ? വിഷുവിനെ പറ്റി പറയൂ. വിഷുവിനെ വിഷുവിനെ പറ്റി എന്താ പറയണ്ടേ? പറയൂ. വിഷു ഒക്കെ കേമായി. പറഞ്ഞോളൂ അച്ഛമ്മ പറഞ്ഞോളൂ. വിഷു കേമായി, പടക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണി ഉണ്ടായിരുന്നു രാവിലെ. വേറെ എന്തേലും? പിന്നെന്തല്ല, കുട്ടികളൊക്കെ വന്നു വൈകുന്നേരമാകുമ്പോഴേക്ക്. വരും എന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരിനെ? മക്കള്. അങ്ങനെ. അച്ഛനെവിടെ? എവിടെ? പറയൂ. ഹാപ്പി വിഷു. എത്തിയിട്ടില്ല അതൊന്നും. ഹാപ്പി വിഷു. അമ്മ എടുക്കും. എന്താ കണ്ട്? എന്താ കണ്ട്? എവിടെ പോവാൻ ബസ്സിയാരാ? കൊച്ചിയിലില്ല. പിന്നെ എങ്ങനെയാണ് കൊച്ചി പോവാ? ഇന്ന് എങ്ങനെയാണ് പോവാ? അത് പടക്കാണ്. ശരിക്ക് പടക്കം പൊട്ടിക്കാൻ അറിയോ? അറിയില്ലേ? ഇപ്പൊ എങ്ങനെ പൊട്ടിക്കുക? എന്താ അങ്ങനെ മേമ, ഏട്ടൻ, ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പറയൂ ഹാപ്പി വിഷു. പറയൂ വിഷു. ഹാപ്പി വിഷു പറയൂ. ഓക്കെ ഗുഡ്. കിട്ടിയോ? സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ഓട്ടത്തിൽ നിന്ന് വീണക്കില്ലെന്ന് പറയാം. സെൽഫി എടുക്കാം. പുറത്ത് വെളിച്ചുണ്ടാവും. ഞാൻ ഉള്ളിൽ കേട്ടാ. ഇതൊന്നും എങ്ങനെ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ കുറേ സ്നാക്സ് ആയിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ സ്നാക്സ് ടൈമാണ്. ഞങ്ങൾ സ്നാക്സ് കഴിച്ചിട്ട് അടുത്ത് പടക്കം പരിപാടി. മാർക്കോട്ടെ ചേച്ചി ബാക്ക് അടിച്ചോളൂ. പൊതിച്ചു പോയിട്ട് നീ പൊതിച്ചോ?
പുട്ടാണോ വെച്ചത് നമ്മള്? പുട്ടാണോ? പുട്ടോ? കൈ പിടിക്കണ്ട തന്നെ ചേട്ടാ തോന്നുന്നുണ്ട്. ചേട്ടാ വേണ്ടട്ടാ. എവിടെ കളർ മാറണ? മുഖം കൊണ്ടിരിക്കണം അവിടെ. കണ്ണു കാണാൻ കണ്ണടി വെച്ചിട്ടില്ല. വെറുതെ പോകാൻ തിരി പോയിക്കണു അതിന്റെ. അതാണ് അല്ല അത് നമ്മളെ ടെറസിന്റെ മുകളിലുണ്ടാവും. അവരോടൊന്ന് വിട്ടേ നമ്മൾ ടെറസിന്റെ മുകളിൽ. ഇത് പൊട്ടില്ല. കാല് പിടിച്ച് കിടന്നു. ശരി അച്ഛമ്മ. ഞാന് അടുത്ത ലീവ് ആകുമ്പോ വരണ്ട്. അടുത്ത ലീവ് കിട്ടുമ്പോ വരണ്ട്. ലീവ് അറിയില്ല, ഓണം ഇടയ്ക്ക് നോക്കാം. ശരി ട്ടാ. ആ ഇടയ്ക്കിടയ്ക്ക് വരാം. വരണ്ട് വരണ്ട്. അത് കാണാം. ശരി അച്ഛമ്മ. ശരി ട്ടാ. അമ്മയ്യ ഒരു ബൈ പറഞ്ഞാണോ? അങ്ങനെ വിഷുവാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാണ്. ഞങ്ങളിന്ന് തിരിച്ചു കൊച്ചി പോവും. വിഷു സെലിബ്രേഷനൊക്കെ അടിപൊളിയായി. തരില്ല.